നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 20 ദിവസത്തെ 10th പ്രിലിംസ് MCQ റിവിഷൻ സീരീസിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതികം, പിന്നെ കലാ സാംസ്കാരിക മേഖലകളിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. 2025 ജൂൺ മുതൽ 2026 മെയ് വരെയുള്ള പ്രധാനപ്പെട്ട 50 MCQ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ISRO, ഗഗൻയാൻ, പിന്നെ നമ്മുടെ ഓരോ പുരസ്കാരങ്ങൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരവും ചെറിയ വിശദീകരണവും നൽകുന്നതായിരിക്കും. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ 50 പ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ആരാണ്? പത്മവിഭൂഷൺ 4 ഓപ്ഷനുണ്ട്. ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ നോക്കുക. ആരാണ് വരുന്നത്? പത്മവിഭൂഷൺ. ആൻസർ വരുന്നത് VS അച്യുതാനന്ദനാണ്. 2026 പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരള മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ ലഭിച്ച മറ്റൊരു മലയാളിയാണ് ജസ്റ്റിസ് KT തോമസ് കേട്ടോ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഈയിടെ ISRO വിജയകരമായി പരീക്ഷിച്ച ഏത് തദ്ദേശീയ മിസൈലാണ് പ്രതിരോധ ഗവേഷണ മേഖലയിൽ വാർത്തകളിൽ നിറഞ്ഞത്? തദ്ദേശീയ മിസൈൽ ഏതാണത്? ആസ്ട്ര മാർക്ക് 2 ആണ് അല്ലേ. DRDO വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR അഥവാ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ആസ്ട്ര മാർക്ക് 2 എന്ന് പറയുന്നത്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 2025 മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മായാമനുഷ്യൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 4 ഓപ്ഷനുണ്ട്. ആൻസർ വരുന്നത് സുഭാഷ് ചന്ദ്രൻ അല്ലേ. സുഭാഷ് ചന്ദ്രനാണ് വരുന്നത്. സുഭാഷ് ചന്ദ്രൻ. മനുഷ്യനൊരാമുഖം, സമുദ്രശില എന്നീ പ്രശസ്ത നോവലുകൾക്ക് ശേഷം സുഭാഷ് ചന്ദ്രൻ രചിച്ച ഏറ്റവും പുതിയ നോവലാണ് മായാമനുഷ്യൻ. ഓക്കെ, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2026 ജനുവരിയിൽ പ്രഖ്യാപിച്ച പത്മശ്രീ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ച പ്രശസ്ത കലാമണ്ഡലം നർത്തകി ആരായിരുന്നു? കലാമണ്ഡലം നർത്തകി? കലാമണ്ഡലം ക്ഷേമാവതിയാണ് കേട്ടോ. കലാമണ്ഡലം ക്ഷേമാവതി. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. 2026 KT തോമസിന് പബ്ലിക് അഫയേഴ്സ് മേഖലയിൽ പത്മവിഭൂഷൺ ലഭിച്ചു. പ്രശസ്ത നടൻ മമ്മൂട്ടിക്ക് 2026 പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഏതാണ് കറക്റ്റായിട്ടുള്ളത്? ഒന്ന് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു ജസ്റ്റിസ് KT തോമസിന് പബ്ലിക് അഫയേഴ്സിൽ എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ചു എന്നത് ശരിയാണ്. പക്ഷേ മമ്മൂട്ടിക്ക് ഏതാണ്? പത്മവിഭൂഷൺ ലഭിച്ച എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, വന്യജീവികൾക്കും വെറ്റിനറി സയൻസിനുമായി ലോകത്തിലെ ആദ്യത്തെ ആഗോള സർവകലാശാല ആരംഭിച്ച ഇന്ത്യൻ സംരംഭം ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് മുൻകൈയെടുത്ത് ഗുജറാത്തിൽ സ്ഥാപിച്ചതാണിത്. ഏതാണിത്? വന്ധാര പദ്ധതിയാണ് കേട്ടോ. മൃഗസംരക്ഷണത്തിനും വെറ്ററിനറി പഠനത്തിനുമുള്ള ലോകത്തിലെ വലിയൊരു ഹബ്ബായിട്ട് ഇത് മാറുന്നു. 2026 സ്വന്തമായി തദ്ദേശീയ ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ആരാണത്? ഇന്ത്യ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പോളിസി 2026 പുറത്തിറക്കിയത്? ഗ്രീൻ ഹൈഡ്രജൻ പോളിസി പുറത്തിറക്കിയത് ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്ത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ സംബന്ധിച്ച് ശരിയല്ലാത്തത്? റൂഫ് ടോപ്പ് സോളാർ സംവിധാനത്തിലൂടെ സൗജന്യ വൈദ്യുതി നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ പദ്ധതി പൂർണ്ണമായും ആണവോർജ ഉൽപ്പാദനത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തത്, തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്?
2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ പദ്ധതി പ്രകാരം പൂർണ്ണമായും സോളാർ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. ഊർജ്ജമല്ല, സോളാറാണ് അല്ലേ പ്രോത്സാഹിപ്പിക്കുന്നത്. ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിനായി 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മിഷൻ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്? PM ദിശയാണ് കേട്ടോ. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. ഓക്കെ, പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ, ദിശ. ഓക്കെ, ദിശ. ഇത് ഇന്ത്യയിലെ സാധാരണക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷാ ബോധവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിജയകരമായി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ്റെ പുതിയ പതിപ്പാണിത്, ഈ PM ദിശ 2.0 എന്ന് പറയുന്നത്. സമുദ്ര പരിസ്ഥിതിയെയും ആഗോള കാലാവസ്ഥയെയും നിരീക്ഷിക്കാൻ നാസ 2025-26 വിക്ഷേപിച്ച അത്യാധുനിക സാറ്റലൈറ്റ് മിഷൻ ഏതാണ്? നാസയുടെ സാറ്റലൈറ്റ് മിഷനാണ് പേസ്. ഏതാണ്? പേസ് സാറ്റലൈറ്റ് ആണ് കേട്ടോ, പേസ്. ഓക്കെ, പേസ് ആണ്, പേസ്. സമുദ്രത്തിൽ ഉള്ള പ്ലവകങ്ങൾ, പിന്നെ അന്തരീക്ഷത്തെ എയറോസോളുകൾ എന്നിവയൊക്കെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ് അഥവാ പ്ലാങ്ക്ടൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ് കേട്ടോ. പ്ലാങ്ക്ടൺ then A for aerosol, then cloud, ocean ecosystem. Cloud ocean ecosystem. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ ചലച്ചിത്ര പ്രതിഭ ആരാണ്? 2024 കേട്ടോ. ആർക്കാണ് ലഭിച്ചത്? ശാരദ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. 2025 ഭാരതരത്ന പുരസ്കാരം MS സ്വാമിനാഥന് മരണാനന്തരം നൽകി ആദരിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. ഈയിടെ വികസിപ്പിച്ചെടുത്ത മ്യൂസ് പാർക്ക് എന്ന പുതിയ AI മോഡൽ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? മ്യൂസ് പാർക്ക് ഏതാണത്? മ്യൂസ് പാർക്ക് ഗൂഗിളാണോ, OpenAI, മൈക്രോസോഫ്റ്റ്, മെറ്റ? ഏതാണ്? മെറ്റയാണ് കേട്ടോ. മെറ്റ 2026 ഏപ്രിലിൽ മെറ്റയുടെ മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ലാബ്സ് വിഭാഗമാണ് ഈ മ്യൂസ് പാർക്ക് എന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ പുറത്തിറക്കിയത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് 2025 അവസാനത്തോടെ രാജ്യത്തെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്? അണ്ടർഗ്രൗണ്ട് പവർ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഏത് നഗരത്തിലാണ്? എവിടെയാണ്? ബംഗളൂരുവിലാണ് കേട്ടോ, ബംഗളൂരു. ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഡ്രോൺ ഗ്രിഡ് സംവിധാനത്തിൻ്റെ പേരെന്താണ്? ആരാണ് വികസിപ്പിച്ചെടുത്തത്? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഡ്രോൺ ഗ്രിഡ് സംവിധാനത്തിൻ്റെ പേര് എന്താണ്? സാക്ഷം അല്ലേ, സാക്ഷം. സിസ്റ്റം ഫോർ എയർസ്പേസ് കൈനറ്റിക് ആൻഡ് സർവെയിലൻസ് ഹൈടെക് ആൻറ്റി ഡ്രോൺ മെഷീൻ എന്നതാണ് പറയുന്നത്. അതായത് ശത്രു രാജ്യങ്ങളുടെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യൻ ആർമി DRDOയുമായി ചേർന്നിട്ട് ഉള്ള ആൻറ്റി ഡ്രോൺ ഗ്രിഡ് സംവിധാനമാണ് ഈ സാക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം ഫോർ എയർസ്പേസ് കൈനറ്റിക് ആൻഡ് സർവെയിലൻസ് ഹൈടെക് ആൻറ്റി ഡ്രോൺ മെക്കാനിസം. കേരള സർക്കാർ മുൻകൈയെടുത്ത് ഡിജിറ്റൽ സയൻസ് മേഖലയിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള സർക്കാരാണ് മുൻകൈയെടുത്തത്. എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന ട്യൂറിംഗ് അവാർഡാണ്. 2025 ട്യൂറിംഗ് അവാർഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ പ്രമുഖർക്കാണ് ലഭിച്ചത്. ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ലക്ഷദ്വീപിൽ ആദ്യമായി ISRO സ്ഥാപിച്ച പുതിയ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് കേന്ദ്രം എവിടെയാണ്? ലക്ഷദ്വീപിൽ. അതായത് ഉപഗ്രഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ബഹിരാകാശ അവശിഷ്ടങ്ങൾ നിരീക്ഷിക്കാനുമായിട്ടാണ് ISRO ഇത് സ്ഥാപിച്ചത്. ലക്ഷദ്വീപിൽ. എവിടെയാണത്?
മിനിക്കോയിലാണ് കേട്ടോ. എവിടെയാണ്? മിനിക്കോയ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ 2026 നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ അതേത് എക്സർസൈസാണ്? എക്സർസൈസ് വരുണയാണ് കേട്ടോ. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ എക്സർസൈസ് വരുണ. ഗരുഡ എന്ന് പറയുന്നത് വ്യോമസേന അഭ്യാസമാണ്. ശക്തി എന്ന് പറയുന്നത് സൈനിക അഭ്യാസമാണ് കേട്ടോ. ഓക്കെ. മലബാർ ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ, അതാണ് മലബാർ. 2025 ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? 2025 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അനോറയാണ് കേട്ടോ. അനോറ. 2024 ഓസ്കാർ അവാർഡാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ മികച്ച ചിത്രം ഏതായിരുന്നു? ഓപ്പൺഹീമർ ആയിരുന്നു കേട്ടോ. ഓപ്പൺഹീമർ. ദെൻ എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്, അത് 2023 ഓക്കെ. ദെൻ അനോട്ടമി ഓഫ് എ ഫാൾ എന്ന് പറയുന്നത് 2024 മികച്ച തിരക്കഥയ്ക്കുള്ള, അതായത് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ ചിത്രമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2026 റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് കയറ്റുമതി നടത്തുന്ന സംസ്ഥാനം ഏതാണ്? ഇലക്ട്രോണിക് കയറ്റുമതി നടത്തുന്നത് ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ് കേട്ടോ. ഓപ്ഷൻ എ തമിഴ്നാടാണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. 2026 ഏപ്രിലിൽ ഭാരത സർക്കാർ രാജ്യത്ത് വിവിധ നഗരങ്ങളിലായി നാരീശക്തി വന്ദൻ റൺ സംഘടിപ്പിച്ചു. ഇത് കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നടത്തിയത്. ഏതാണ് ആൻസർ വരുന്നത്? 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. നാരീശക്തി വന്ദൻ റൺ ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് 2025-26 കാലയളവിൽ പൂർണ്ണസജ്ജമായത് ഏത് രാജ്യത്താണ്? സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ്. സിംഗിൾ സൈറ്റ്, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. സിംഗിൾ സൈറ്റാണ്. അത് എവിടെയാണ്? അത് UAE-യിലാണ്. UAE-യിലെ അൽ ദഫ്രയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റത്താവളം, അതായത് സിംഗിൾ സൈറ്റ് സൗരോർജ്ജ പ്ലാന്റ്. ഇനി നമ്മുടെ ഇന്ത്യയിൽ രാജസ്ഥാനിലുള്ള ബദ്ല സോളാർ പാർക്ക് ഉണ്ട് കേട്ടോ. ബദ്ല, അതെവിടെയാണ്? ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് ബദ്ല സോളാർ പാർക്ക്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിൽ ഒന്നാണ്. പക്ഷേ അത് പല കമ്പനികൾ പല ഘട്ടങ്ങളായി നിർമ്മിച്ചൊരു പാർക്കാണ്. മറ്റേതെന്താണ്? അത് സിംഗിൾ സൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ 2025 വിശിഷ്ട അംഗത്വത്തിന് അർഹനായ പ്രമുഖ എഴുത്തുകാരൻ ആരാണ്? ഫെലോഷിപ്പ് ലഭിച്ചത് 2025 ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ. ശ്രീകുമാരൻ തമ്പി. 25 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. സയൻസ് ആൻഡ് ടെക്നോളജിയും സാംസ്കാരിക മേഖലയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് നാളെയും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഓരോരോ ടോപ്പിക്ക് ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ, 20 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി പ്ലാൻ കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും എന്നുള്ളത് മനസ്സിലാവും. അതുകൂടാതെ നമ്മൾ മാത്സും കൂടി ആഡ് ചെയ്യുന്നത് അത് ഓരോ ദിവസം ഇടവിട്ട ദിവസങ്ങളിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ ആയിരിക്കും മാത്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 26ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം മറാത്തി ഭാഷയ്ക്ക് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? മറാത്തി ഭാഷ എപ്പോഴാണ്? 2024 ഒക്ടോബറിലാണ് കേട്ടോ. ഇന്ത്യയിലെ നിലവിലെ എത്ര ഭാഷകൾക്കാണ് ഔദ്യോഗികമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്? 11 ഭാഷകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 5 പുതിയ ഭാഷകളാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യം 2004 മുതൽ തുടങ്ങുവാണെങ്കിൽ 2004 ആർക്കാണ് ലഭിച്ചത്? തമിഴ് അല്ലേ? തമിഴിന് ലഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഏതാണെന്ന് വെച്ചാൽ തമിഴാണ്. തൊട്ടടുത്ത വർഷം 2005 ആർക്കാണ് ലഭിച്ചത്? സാൻസ്ക്രിറ്റ് അല്ലേ? സാൻസ്ക്രിറ്റിനാണ് ലഭിച്ചത്. ദെൻ 2008 അടുത്ത ആൾ വരുന്നത്. 2008 കന്നഡ. ഇതെപ്പോഴും ചോദിക്കൂ കേട്ടോ നമ്മളോട്, ക്രോണോളജിക്കൽ ഓർഡറൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. കന്നഡ, അതോടൊപ്പം തന്നെ തെലുങ്കും, കന്നഡയും തെലുങ്കും. ഓക്കെ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ പ്രധാന ഭാഷയായി കന്നഡ, തെലുങ്ക് എപ്പോഴാണ്? 2008 കേട്ടോ. 2008 അപ്പോൾ 4, 5 അത് കഴിഞ്ഞിട്ടുള്ളത് 8, അങ്ങനെ 4. പിന്നെ ഏതായിരുന്നു?
പിന്നെ ഉണ്ടായിരുന്നത് 2013 നമ്മുടെ മലയാളം. 13 മലയാളം. 14 ഒഡിയ അല്ലേ, ഒഡീഷയിലെ ഔദ്യോഗിക ഭാഷയായ ഒഡിയ, അത് 2014. പിന്നെയുള്ള 2024 5 ഏതൊക്കെയാണ്? ആസാമീസ്, ബംഗാളി, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ മറാത്തി, ആസാമീസ്, ബംഗാളി, മറാത്തി, പാലി, അത് പ്രാചീന ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷയാണ് ഇത് പാലി എന്ന് പറയുന്നത്. ആ പാലിയും പിന്നെ പ്രാകൃത്, ജൈനമത ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണിത് പ്രാകൃത്. ഓക്കെ, പ്രാകൃത്. ഈ 5 ഭാഷകളും എന്നാണത് 2024 ഇവർക്ക് പദവി ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഈ സ്റ്റാറ്റിക് GK കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യയുടെ ന്യൂക്ലിയർ കമാൻഡ് സംവിധാനങ്ങളുടെ ശില്പികളിൽ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ഡോക്ടർ ആർ ചിദംബരമാണ് കേട്ടോ. ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളിൽ പൊക്രാൻ അതിലൊക്കെ നിർണായക പങ്ക് വഹിച്ച് ഡോക്ടർ ആർ ചിദംബരത്തിൻ്റെ വിയോഗം എന്നായിരുന്നു 2025 ഒക്ടോബറിലായിരുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ജോഡി? അൽക്ക യാഗ്നിക് പത്മശ്രീ 2026 കലാം, ധർമ്മേന്ദ്ര പത്മഭൂഷൺ 2026 സിനിമ. ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഏതാണ് ശരിയായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രസ്താവനകളും പക്ഷെ തെറ്റാണല്ലേ. എന്താണ്? അൽക്ക യാഗ്നിക് 2026 ഇവർക്ക് ലഭിച്ചത് പത്മശ്രീ അല്ല, എന്താണ്? പത്മഭൂഷൺ പുരസ്കാരമാണ് അല്ലേ, പത്മഭൂഷണാണ്. ഇനി ധർമ്മേന്ദ്ര അദ്ദേഹത്തിന് മരണാനന്തരമായിട്ട് എന്താ ലഭിച്ചത്? പത്മഭൂഷൺ അല്ല, പത്മവിഭൂഷണാണ് ലഭിച്ചത്. അപ്പോൾ 2 പ്രസ്താവനകളും ഇവിടെ തെറ്റാണ്. 29. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന അതിവേഗ ആൻറ്റി ഷിപ്പ് ക്രൂഡ് മിസൈൽ ഏതാണ്? ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച് ബ്രഹ്മോസ് മിസൈലുകൾ അല്ലേ, ബ്രഹ്മോസ് ആണ് ഓപ്ഷൻ ബി, ബ്രഹ്മോസ്. ഫിലിപ്പീൻസ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? വിജയകരമായി കയറ്റുമതി ചെയ്യുന്നുണ്ട് ആൻറ്റി ഷിപ്പ് ക്രൂസ് മിസൈൽ. യുനെസ്കോ 2025 ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്? സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് ഏത് നഗരമാണ്? നമ്മുടെ കോഴിക്കോടാണ്, കേരളത്തിലെ കോഴിക്കോടാണ്. അർബുദ ചികിത്സയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് കാർബൺ ആപ്ലിക്കേഷൻ സാങ്കേതികവിദ്യ ഏതാണ്? കാർബൺ ആപ്ലിക്കേഷൻ സാങ്കേതികവിദ്യ കാർബൺ അയോൺ ബീമാണ് കേട്ടോ. കാർബൺ അയോൺ ബീമാണ്. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ കാർബൺ സംയുക്തങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കൃത്യതയുള്ള ക്യാൻസർ റേഡിയേഷൻ ചികിത്സാ ഉപകരണങ്ങളാണ് ISRO ഇവിടെ വികസിപ്പിക്കുന്നത്. 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ പുതിയ സാംസ്കാരിക കേന്ദ്രം വരുന്നത് എവിടെയാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ എവിടെയാണ് വരുന്നത്? കോഴിക്കോട്. ഓക്കെ, കോഴിക്കോടാണ് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഐക്യരാഷ്ട്രസഭ 2026 സാമ്പത്തിക വർഷത്തെ അന്താരാഷ്ട്ര കാർഷിക സാങ്കേതിക വർഷമായി പ്രഖ്യാപിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഡിജിറ്റൽ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായത് ഏതാണ്? ശരിയായിട്ടുള്ളത് 1 മാത്രം, 2 മാത്രം, 1 2 2 പ്രസ്താവനകളും തെറ്റാണ്. ഏതാണ്? 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? 2023 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി പ്രഖ്യാപിച്ചത്. 2023 അല്ലേ. 2026 കർഷക ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ പ്രോഗ്രാമുകൾക്കാണ് അവിടെ ഊന്നൽ നൽകിയിട്ടുള്ളത്. 34ാമത്തെ ചോദ്യം, ടെക്നോളജി ഭീമന്മാരായ ആപ്പിൾ ഇന്ത്യയിലെ തങ്ങളുടെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രം 2025 എവിടെയാണ് സ്ഥാപിച്ചത്? എവിടെയാണ്? ഹൊസൂറിലാണ് കേട്ടോ, തമിഴ്നാട്ടിലെ ഹൊസൂർ. ടാറ്റ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ആപ്പിൾ എന്ത് ചെയ്യുന്നത്? ആ ഫാക്ടറി വിപുലീകരിച്ചത്. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം 2025 നേടിയ പ്രശസ്ത എഴുത്തുകാരൻ ആരാണ്? 2025 ആരാണ്? 60ാമത്തേത് ആരാണ്? ആർ വൈരമുത്തുവാണ് കേട്ടോ. 60ാമത്തേതാണ് ഈ പദവി നേടുന്ന 3ാമത്തെ തമിഴ് എഴുത്തുകാരനാണ് ആർ വൈരമുത്തു എന്ന് പറയുന്നത്. 2024 59ാമത്തെ ലഭിച്ചത് ആർക്കാണ്? അത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കേട്ടോ, വിനോദ് കുമാർ ശുക്ല.
2023 58-ാമത്തേത് ആർക്കായിരുന്നു? അത് ജഗദ്ഗുരു നമ്മുടെ ഓപ്ഷനിലുണ്ട്. ജഗദ്ഗുരു രാംഭദ്രാചാര്യയും അതോടൊപ്പം ഗുൽസാർ അവർക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 60-ാമത്തെയാണ് ആർ വൈരമുത്തു. സമുദ്രത്തിനടിയിലെ പുരാവസ്തു ഗവേഷണങ്ങൾക്കായി ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ സീ മ്യൂസിയം 2026 എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ദ്വാരകയിലാണ്. എവിടെയാണ്? ദ്വാരക, ഗുജറാത്ത് അല്ലെ. ദ്വാരക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ സഞ്ചാരികൾക്ക് കാണാനായി ഗുജറാത്ത് ഗവൺമെൻറ് ആദ്യത്തെ അണ്ടർ സീ മ്യൂസിയം പ്രൊജക്റ്റ് ആരംഭിക്കുന്നത്. പരിസ്ഥിതി നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന 2025 ടൈലർ പ്രൈസിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരെല്ലാം? ഓപ്ഷൻ ബി സാന്ദ്ര ഡയസ്, അതോടൊപ്പം തന്നെ എഡ്വേർഡോ ബ്രോഡീസിയോ. ഓക്കെ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 5G ടെസ്റ്റ് ബെഡ് പദ്ധതി പൂർണ്ണമായും വിജയകരമായി. 2026 മെയ് മാസത്തോടെ ഇന്ത്യയിലുടനീളം 6G പരീക്ഷണങ്ങൾക്കായുള്ള നോഡൽ കേന്ദ്രം IIT മദ്രാസിൽ ആരംഭിച്ചു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കിയേ, ഏതാണ് ശരിയായിട്ട്? 1ഉം 2ഉം ശരിയാണ്. അതായത് ടെലികോം രംഗത്ത് 6G സാങ്കേതിക വിദ്യയുടെ പ്രാരംഭ ഗവേഷണങ്ങൾക്കായിട്ട് IIT മദ്രാസിനെ നോഡൽ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് ചരിത്രത്തിൽ ആദ്യമായി ഈ ബഹുമതിക്ക് അർഹനായ പ്രശസ്ത നടൻ ആരായിരുന്നു? മധു അല്ലേ. ആദ്യം കിട്ടിയത് മധുവിനാണ്. സൈബർ സുരക്ഷ ശക്തമാക്കുന്നതിനായി 2026 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പോർട്ടൽ ഏതാണ്? സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി ആരാണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് പുറത്തിറക്കിയതാണ് ചക്ഷു പോർട്ടലാണ് കേട്ടോ. ടെലികോം മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന്. 2025 അവസാനത്തോടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ഏറ്റവും വലിയ AI ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്? 2025 അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയായിരുന്നു? കർണാടകയിലാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി IISc ബംഗളൂരുവിൻ്റെ സഹകരണത്തോടെയാണ് അത് സ്ഥാപിച്ചത്. ആർട്ട് പാർക്ക് കേട്ടോ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം തിരയാൻ ISROയും ജെക്സയും സംയുക്തമായി ആസൂത്രണം ചെയ്ത 2025-26 ദൗത്യം ഏതാണ്? ലൂപ്പസ് മിഷൻ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. ഇന്ത്യയുടെ ISROയും ജപ്പാൻ്റെ ജാക്സയും ചേർന്നുള്ള സംയുക്ത ചാന്ദ്ര ദൗത്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ടു. ഈ പാലത്തിന് ഭൂകമ്പത്തെയും അതീവ വേഗതയിലുള്ള കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ളത് ഏതാണ്? 1ഉം 2ഉം ശരിയാണല്ലേ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിൻ്റെ ഡിജിറ്റൽ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. ഒളിമ്പിക് സാംസ്കാരിക സമിതിയുടെ ഭാഗമായി 2025 തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ഇന്ത്യൻ ഹോക്കി താരമായ PR ശ്രീജേഷ്. കളിമണ്ണിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ GI ടാഗ് പദവി 2025 നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? കളിമണ്ണ്, തൃക്കരിപ്പൂർ അല്ലെ. മൺപാത്രങ്ങൾക്ക് തൃക്കരിപ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവേർഡ് ഇൻലാൻഡ് ക്രൂയിസ് വെസൽ 2025 ഡിസംബറിൽ കേരളത്തിൽ എവിടെയാണ് സർവീസ് ആരംഭിച്ചത്? സോളാർ പവേർഡ് ഇൻലാൻഡ് ക്രൂയിസ് വെസൽ എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. സൂര്യാംശു ടൂറിസ്റ്റ് ബോട്ടായ സൂര്യാംശു കൊച്ചിൻ ബാക്ക് വാട്ടേഴ്സിലാണ് സർവീസ് ആരംഭിച്ചത്. 2026 ഇന്ത്യ സന്ദർശിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി ആരായിരുന്നു? റാഫേൽ ഗ്രോസിയാണ്. റാഫേൽ ഗ്രോസി ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറൽ ആയിരുന്നു റാഫേൽ ഗ്രോസി. 47 ചോദ്യമായി നമ്മുടെ ഈ ഒരു സീരീസ്. ഇത്രയും ചോദ്യത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ബാക്കി ചോദ്യങ്ങളും കൂടി നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 2026 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചത് പരിസ്ഥിതി വ്യതിയാനത്തിനെതിരെ പോരാടുന്ന സംഘടനകൾക്കാണ്. നോബൽ സമ്മാനങ്ങൾ മൊത്തം 6 വിഭാഗങ്ങളിലായാണ് നൽകപ്പെടുന്നത്. ഓക്കെ, നോക്കിയതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2 പ്രസ്താവനകളും തെറ്റാന്ന് നമുക്ക് പറയാം. കാരണം 2026 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടില്ല. ജൂൺ 2026 നിലവിലെ സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം അവിടെ അത് തെറ്റാണ്. ഇനി നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രധാന വിഭാഗങ്ങളിലാണ് അല്ലേ. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ മെഡിസിൻ, ലിറ്ററേച്ചർ, പീസ്. പിന്നെയുള്ള സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം നോബലിൻ്റെ ആ ഒരു ഇതിൽ ഏർപ്പെടുന്നതല്ല. അത് 1968 സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ഏർപ്പെടുത്തിയതാണ്. ഓക്കെ, സാങ്കേതികമായി നോബൽ സമ്മാനമായി കാണപ്പെടുന്നതെങ്കിൽ ശരിക്കും അതെന്താണ്? 5 വിഭാഗമാണ് ശരിക്കും പറഞ്ഞ നോബൽ വിഭാഗങ്ങളിൽ ഉള്ളത്. ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പുരസ്കാര ചരിത്രത്തിൽ ആദ്യമായി 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയ പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? കേരള ജ്യോതി ഡോക്ടർ M.R. രാഘവ വാര്യരാണ്. ഡോക്ടർ M.R. രാഘവ വാര്യർ. 50ാമത്തെ ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി പ്രവചിക്കാൻ ഇന്ത്യ 2026 മെയ് മാസത്തിൽ വിക്ഷേപിച്ച അത്യാധുനിക മെറ്റീരിയോളജിക്കൽ സാറ്റലൈറ്റ് ഏതാണ്? ഇൻസാറ്റ് 3DS ആണ്. ഇൻസാറ്റ് 3DS ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ വിവരങ്ങൾ ശേഖരിക്കാനുമായിട്ടാണ് ISRO ഈ അത്യാധുനിക സാറ്റലൈറ്റായ ഇൻസാറ്റ് 3DS സാറ്റലൈറ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 50 ചോദ്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, നാളെയും കൂടി നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ്. ഓക്കെ, ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.